വൃദ്ധന്റെ മരണത്തിൽ ദുരൂഹത. വിരലടയാള വിദഗ്ധരും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. തങ്കമണി പുറക്കയം പുളിങ്കാലായിൽ മാത്യുവിന്റെ മരണത്തിലാണ് ദുരൂഹതയുള്ളത്. ബുധനാഴ്ചയാണ് മാത്യുവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ 5ഓളം അസ്ഥികൾ ഒടിഞ്ഞതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. തങ്കമണി പുറക്കയം പുളിങ്കാലായിൽ കുഞ്ഞ് എന്ന് വിളിക്കുന്ന മാത്യുവിനെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഇയാൾക്ക് 78 വയസ്സാണ് പ്രായം. മാത്യുവിന്റെ ഭാര്യ പാലയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാലയിൽ അവർക്കൊപ്പം നിൽക്കുന്ന തങ്കമണി സ്വദേശിയാണ് മാത്യു മരിച്ച വിവരം അയൽക്കാരെ അറിയിക്കുന്നത്. വിവരമറിഞ്ഞ തങ്കമണി പോലീസ് സ്ഥലത്തെത്തി പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തുടർന്ന് നടന്ന പരിശോധനയിൽ മാത്യുവിന്റെ വാരിയലിലെ അസ്ഥികൾക്ക് ഒടിവും ശരീരത്തിൽ ചതവുകളും കണ്ടെത്തി. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് തങ്കമണി സെന്റ് തോമസ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. രാത്രിയോടുകൂടി മാത്യുവിന്റെ മകൻ റെജിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഫോറൻസിക് വിഭാഗവും പോലീസും വീടിനുള്ളിൽ പരിശോധന നടത്തി. ഫോറൻസിക് റിപ്പോർട്ടും വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കിട്ടിയാൽ മാത്രമേ മരണത്തിലെ ദുരൂഹത വ്യക്തമാകൂ എന്ന് തങ്കമണി പോലീസ് ഇൻസ്പെക്ടർ MV എബി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.